ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ കെട്ടിയോനാണ്. അപ്പം മൂപ്പര് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വന്നപാടെ മൂപ്പർക്ക് അടുക്കള ജോലി കൊടുത്തോ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആൾ സുഖമില്ലാതെ വന്നതാണ്, ഒന്ന് വീണിട്ട് കവിളൊക്കെ പൊട്ടി. അപ്പോൾ അതിൻ്റെ റെസ്റ്റിനായിട്ട് വന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല, കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിവട ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കുക്കിങ്, എന്നെ സഹായിക്കലൊക്കെ. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉള്ളിയൊക്കെ അരിയാൻ ഭയങ്കര എക്സ്പെർട്ടാണ്, എന്നെക്കായി സ്പീഡിൽ ഒക്കെ ചെയ്യും. അപ്പം പണ്ട് ആൾ ബേക്കറിയിൽ നിന്നിരുന്നു കേട്ടോ, ചെറുതിൽ. അപ്പോൾ അവിടെ എന്താ പറയുക, മുട്ട പപ്സ് അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൂപ്പരാണ് ഇന്ന് ഉള്ളിവട തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ 3 സവാള അയാൾ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത്. പിന്നെ അതിന് വേണ്ട പച്ചമുളക് ഒരു 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നമ്മുടെ മരത്തിലുണ്ടായ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലും ഉണ്ട് കേട്ടോ, നല്ലൊരു മണമുണ്ട്. അപ്പം അതും ഇലയും പൊട്ടിച്ച് അതും ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അധികം ചേരുവകളൊന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീറ്റ് മസാലയും കുറച്ചൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 സ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് മുട്ടയാണ്. അങ്ങനെ മുട്ട വെച്ചിട്ട് ആരും ഉള്ളിവട ഉണ്ടാക്കാറില്ല. അപ്പം ഇത് മൂപ്പര് ഒരു വെറൈറ്റി ഉള്ളിവടാണേ. അപ്പം ഇതിൽ ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ലേശം അപ്പക്കാരിട്ട് കൊടുക്കുന്നുണ്ട്, അതൊരു സോഫ്റ്റും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നുള്ള് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പം ഒരു 2 കയ്യിൽ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം കുറച്ചും കൂടി സോഫ്റ്റും ടേസ്റ്റൊക്കെ കിട്ടും. പക്ഷേ നമ്മളിപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, കാരണം ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് നമുക്ക് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട്, വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും കുഴപ്പമില്ല, ചൂടാക്കിയിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം മൂപ്പര് നല്ല രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കുറേ ടൈം എടുക്കും, മൂപ്പരാകുമ്പോൾ പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കി എടുക്കുന്നുണ്ട്, അധികം പണിയൊന്നുമില്ല. ഞാനാണെങ്കിൽ എല്ലാതും സാവധാനം ഇങ്ങനെ ചെയ്തിരിക്കും. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഓയിലിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ട് ആണിത് പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ടും. കാരണം നല്ല സോഫ്റ്റായിട്ട് നല്ല ആ മുട്ടയും കൂടി ഇട്ട് കൊടുത്തപ്പം വളരെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് ഉള്ളിവടക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉള്ളിവടക്ക് ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു.
അപ്പം ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാവാണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളിവട ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.